രാമക്കൽ മേടിലെ കുറവൻ കുറത്തി ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾ മലമുകളിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇത് അതീവ സാഹസികമായ ഒരു യാത്രയാണ്, ട്രക്കിംഗ് ആണ്. സാധാരണ ജീപ്പ് മാത്രമേ ഇങ്ങോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ അതിൽ കയറിയിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ ഭയപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. അത്രയും ഗുരുതരമായ അവസ്ഥയിലുള്ള റോഡാണ്. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എന്ന് പറയാൻ പറ്റില്ല. കുണ്ട്, കുഴി, വലിയ വലിയ ഗട്ടർ. ചില സ്ഥലങ്ങളിൽ റോഡ് നെടുകെ പിളർന്ന് രണ്ടായി കിടക്കുന്നു. ഇതിലൂടെയല്ല ഈ വണ്ടി എങ്ങനെ മുന്നോട്ടെടുക്കും എന്നുള്ള ആശങ്കാജനകമായ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞങ്ങൾ വീണു പോകുമോ എന്ന് കൂടി സംശയിച്ചു. എന്നാൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേര് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആർത്തുല്ലസിച്ചുകൊണ്ടാണ് ഈ ട്രക്കിംഗ് മലമുകളിലേക്ക് യാത്രയാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് ഇതുപോലെ ട്രക്കിങ്ങിനായി ഇട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആരും ഈ വഴിക്ക് വരില്ല എന്നുള്ളത് സർക്കാരിന് പോലും അറിയാം. ഈ ട്രക്കിംഗ് ആസ്വദിക്കാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് പിള്ളേര്, ഇന്നത്തെ ന്യൂ ജനറേഷൻ ഇവിടേക്ക് എത്തുന്നത്. മല മുകളിലെത്തിയാലോ അവിടുത്തെ കാഴ്ചകൾ ഇതിനേക്കാൾ രസകരമാണ്, ഇതിനേക്കാൾ ഭയാനകമാണ്. വീട്ടിൽ നിന്നും പോരുന്ന പിള്ളേർ ഇതൊന്നും വീട്ടിൽ അറിയിക്കാതെ ആയിരിക്കും വരുന്നത് എന്ന് അത് കണ്ടാൽ നമുക്ക് 100% ബോധ്യമാകും. അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള ചില കാഴ്ചകൾ പോലും ഞങ്ങൾ അവിടെ കണ്ടു. എന്തായാലും നമുക്ക് മലമുകളിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടി നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. മലമുകളിലേക്ക് ഇനിയും കുറച്ച് ദൂരമുണ്ട്. അതുവരെ നമുക്ക് ട്രക്കിംഗ് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ മുകളിലെത്തി എന്നുള്ള ഒരു ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് മുകളിലെത്തിയതല്ല, 2 ജീപ്പ് എതിരെ വരുമ്പോൾ അതിന് സൈഡ് കൊടുക്കാൻ നിർത്തിയതാണെന്ന് മനസ്സിലായത്. വീണ്ടും മുകളിലേക്ക് തന്നെ. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആമപ്പാറ കാഫേ എന്നിവിടെ എഴുതി കാണുന്ന ഒരു ബോർഡ് കണ്ടു. ഇവിടെ ആമപ്പാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആമശില്പം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ അതിന്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമപ്പാറയിലെ ആമയെ നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. എന്തായാലും ഇതിന്റെ ചുറ്റുഭാഗവും ഞാനൊന്ന് ചിത്രീകരിച്ചതാണ്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം. ഇതാണ് ആ ആമശില്പം. അത് അടുത്ത് ചെന്ന് കാണുമ്പോഴാണ് ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്ക്
ഇത് കാണണമെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ കടന്ന് കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറണം. ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തിയില്ല. കാരണം ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ചെറിയൊരു റെസ്റ്റ് ഹൗസ് മാതിരി ഇവിടെ എന്തോന്ന് കാണുന്നുണ്ട്. ഇതാ ഇവിടെ കുട്ടികൾ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോയി എന്താണ് ഇവിടുത്തെ സംഗതികൾ എന്നറിയാനായിട്ട്. അപ്പൊ നിറയെ പേർ ഇവിടെ വന്നിട്ട് എന്തോ ഒരു അത്ഭുതം കാണാനെന്ന രീതിയിൽ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഞങ്ങളും ആ കൂട്ടത്തിൽ ചെന്നുപെട്ടു. വളരെ ഭയാനകമായിട്ടുള്ള ഒരു ഇറക്കമാണ് ഇങ്ങോട്ട്. എങ്ങോട്ടാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത് അറിയാൻ ഞങ്ങളും ഇവരുടെ പിന്നാലെ പോയി. ഇപ്പോൾ ഈ പോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷേ അതിനു മുന്നേ കുറെ ന്യൂ ജനറേഷൻ പിള്ളേര് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാഴ്ചകൾ എന്താണെന്ന് അറിയാനായിട്ടാണ് ഞങ്ങൾ ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗൈഡ് വന്ന് പറഞ്ഞു, ഇവിടെ ഒരു വലിയ പാറയുണ്ട്, ആമപ്പാറ എന്നാണ് അതിന്റെ പേര്. ആ പാറയുടെ അടിയിലൂടെ കടന്ന് മുകളിലെത്തണം. അതിന് ധൈര്യമുള്ളവർക്ക് മാത്രമാണ് അങ്ങോട്ടുള്ള പ്രവേശനം. അപ്പൊ ഈ കുട്ടികളൊക്കെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നതല്ല, ഈ പാറയുടെ അടിയിലൂടെ പാതാളത്തിലൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. പാതാളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല. ഉരുണ്ട് നമ്മൾ പുറത്തെത്തണം. അതിനുള്ള ഒരു സാഹസിക യാത്രയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ക്യാമറയായി ഇതിനുള്ളിലേക്ക് കടന്നു നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സ്വല്പം ഒരു ചെറിയ പാറ അവിടെ ഒരു ഇരിപ്പിടം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. കാരണം എനിക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. കാരണം അത്ര വലിയ ക്യൂ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി വരുന്നത്. അപ്പൊ ഞാൻ കുട്ടികളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഈ സൈഡിൽ ഇരുന്ന് ഇവർ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാനായിട്ട് ക്യാമറയുടെ കണ്ണുകൾ അങ്ങോട്ട് തിരിച്ചു. അങ്ങനെ കുറെ നേരം ഞാൻ ഇവരുടെ വീഡിയോസ് എല്ലാം ചിത്രീകരിച്ചു. അവസാനം എനിക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് അങ്ങോട്ട് തിരിച്ചു പോകണം, അതിനൊരു സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ 1-2 കുട്ടികൾ അതിനുള്ള സൗകര്യം ചെയ്തു തന്നു. ഇനി ഇവർ എങ്ങോട്ടാണ് പോയി പുറത്തേക്ക് വരുന്നത് എന്നറിയാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് കൂടെ ഇവരിനുള്ളിൽ കയറിയവരെല്ലാം വേറെ സ്ഥലത്ത് കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അതിൽ ഞാൻ ഈ കുട്ടികളുടെ വീഡിയോസ് എടുത്തിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ പോയിരുന്നു, അവരുടെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കായി ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ കുട്ടികളുടെ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. നമ്മള് പോട്ടെ പോയി കേട്ടാ. പിടിക്കാൻ ഗ്രിപ്പ് കിട്ടില്ല. പിടിച്ചിട്ടാ അവിടെ എത്തിക്കോ. നല്ല ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ കൊടുത്തു വരുമോ? ഇടുക്കി പോണോ? ഞാൻ കുടുങ്ങിയത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ കുടുക്കിയ ആൾക്കാരെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ മേടിക്കുന്ന അതാണ് എന്റെ വീട്.
ജയിലോട്ട് പോകുക എടുക്കട്ടെ, നിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വളരെയധികം നീണ്ട ഒരു നിര തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത് കേട്ടോ. അതും നട്ടുച്ച സമയമാണ്. ഈ പൊരിവേലും കൊണ്ടിട്ട് ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഈ പിള്ളേരുടെ കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ചിരിയാണ് വരും. എന്തായാലും അവരുടെ ഒരു നേരം പോക്കല്ലേ, നടക്കട്ടെ. അങ്ങനെ പാതാളത്തിലേക്ക് പോയവർ തിരിച്ചു വരുന്ന കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആ പാതാളത്തിനടിയിലൂടെ കയറി പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കയറിയാൽ എത്ര സാഹസികമായിട്ടായിരിക്കും അവർ ഈ പാറക്കെട്ടിനടിയിലൂടെ ഇങ്ങനെ പുറത്തു വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയുക അല്ലേ. ഈ ക്യാമറയൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയത്. കല്ലാണ്ട് അടിച്ചപ്പോ വീടാണ് ചൗര്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇനി ഒരു സ്ഥലം കൂടി നമുക്ക് കാണാനുണ്ട്. രാമക്കൽ മേടിൽ വന്നിട്ട് നമുക്ക് രാമക്കൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അവിടെ ഇതിനേക്കാൾ ഭയാനകമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ നമുക്ക് കഴിയുക. ഇത് തമിഴ്നാട് സ്റ്റേറ്റിന്റെ തേനി എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഭാഗമാണ് നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഇപ്പുറത്ത് കേരളവും അപ്പുറത്ത് തമിഴ്നാടും കൂടിച്ചേരുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന സ്ഥലം. അപ്പൊ നമുക്ക് രാമക്കൽ മേട് എന്ന് പറയുന്ന സ്ഥലത്തിന് പേര് വരാനുള്ള കാരണവും ഈ ഒരു രാമക്കല്ലിന്റെ ഐതിഹ്യത്തോട് ബന്ധപ്പെട്ടതാണ്. രാമൻ സീതയെ അന്വേഷിച്ച് വന്ന് വിശ്രമിച്ചിരുന്ന കല്ലാണത്രേ ഈ രാമക്കൽ. ഇത് നമ്മുടെ കേരളത്തിന്റെ സ്ഥലമാണ്. ഇപ്പോൾ ഈ പിള്ളേര് കയറിയിരിക്കുന്ന സ്ഥലം ഇത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. കാലൊന്ന് തെറ്റിയാൽ കീഴോട്ട് വീഴും. അപ്പുറത്താണ് രാമക്കല്ലുള്ളത്. രാമക്കൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. അതിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് കിടക്കുന്നതാണ് അപ്പുറത്തെ ഗർത്തം. ആ ഗർത്തത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു കല്ലാണ് രാമക്കൽ. ഇവിടെ പല സ്ഥലത്തു നിന്നും ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതലും ന്യൂ ജനറേഷനാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ഇത്തരം സാഹചര്യത ഇഷ്ടപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോലുള്ള വയസ്സന്മാർക്കൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ല ഇത്. അത് നട്ടുച്ച സമയമാണ്. ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കാനുള്ള അത്യാർത്ഥിയിൽ ഇങ്ങോട്ട് എത്തിപ്പെട്ടു എന്ന് മാത്രം.
അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അഗാധമായ ഗർത്തമാണ്. ഈ ഗർത്തത്തിലേക്ക് ഇവിടെ നിന്ന് വന്ന് കാൽ തെന്നിയാൽ തിരിച്ചു കിട്ടില്ല. എത്രയോ പേർ കണ്ട ഈ കുട്ടികൾ ചെന്ന് നിന്ന് സെൽഫി എടുക്കുന്ന സ്ഥലം കാണുക. അത് ആ കാണുന്നതാണ്, വലത്തെ സൈഡിൽ കാണുന്നതാണ് രാമക്കൽ എന്ന് പറയുന്ന കല്ല്. ഇതാ ഈ കാണുന്നതാണ്, ഈ പാറയാണ് രാമക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് വന്നിരുന്ന, റെസ്റ്റ് ചെയ്തിരുന്ന കല്ലാണത്ര ഇത്. ഐതിഹ്യമാണ് കേട്ടോ. അപ്പൊ അത് വിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അത് എഴുതിത്തള്ളാം. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇത് കണ്ടിട്ട് ഇനി തിരിച്ചു പോകണം. നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്, നട്ടുച്ച സമയമാണ്. ഇതാ ഞങ്ങളെ ആൾക്കാരും ഏകദേശം വളരെ ശ്രദ്ധാപൂർവം ഇവിടെ നിന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ട്. സെൽഫി അല്ല, ഞാനാണ് ഇവരുടെ ഫോട്ടോ വീഡിയോ എടുത്തു കൊടുത്തത്. ശ്രദ്ധാപൂർവം ഞാൻ അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കണ്ട ഇവരൊക്കെ വന്നിട്ട് വളരെ ഈസി ആയിട്ട്, നിസ്സാരമായിട്ടാണ് ആ പാറയുടെ മുകളിൽ ഇരിക്കുന്നത്. എന്തായാലും നല്ല കാഴ്ചകളായിരുന്നു. ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുന്നേക്കും. നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.